അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മാ ഉൽ ഹുസ്നയിൽപ്പെട്ട ഗഫാർ എന്നുള്ള അത്ഭുതകരമായ ഇസ്മിൻ്റെ അതിശയിപ്പിക്കുന്ന ചില അമലുകളാണ് നമ്മൾ പറയുന്നത്. സാമ്പത്തികമായ പുരോഗതി ഉണ്ടാകാൻ, നമ്മുടെ ആവശ്യങ്ങൾ, ഏതെങ്കിലും ഒരു ആവശ്യം നമുക്ക് പൂർത്തീകരിക്കാനുണ്ടെങ്കിൽ ആ ആവശ്യം നേടിയെടുക്കാൻ, അതുപോലെ നാം ആഗ്രഹിക്കുന്നവരുടെ സ്വഭാവം മാറ്റിയെടുക്കാൻ, മക്കളാവട്ടെ, ഭർത്താവട്ടെ, ഭാര്യയാവട്ടെ, നല്ല സ്വഭാവമുള്ളവരായി മാറാൻ, ഇങ്ങനെ 3 വളരെ പ്രധാനപ്പെട്ട അമലുകൾ നമ്മൾ ചർച്ച ചെയ്യുകയാണ്. എങ്ങനെയാണെന്നറിയാൻ, എന്താണെന്നറിയാൻ മജ്‌ലിസ് മുഴുവനായും കേൾക്കുക, ലിങ്ക് മറ്റുള്ളവരിലേക്ക് എത്തിച്ചെടുക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വകഫാ വസലാമുൻ അലാ ഇബാദിഹിൽ ലദീന ഇസ്തഫാ. അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്‌ലിസിനെ സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അല്ലാഹു സന്തോഷം നൽകട്ടെ, സമാധാനം നൽകട്ടെ, റാഹത്ത് നൽകട്ടെ. ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു മാറ്റിത്തരട്ടെ. ദുആ വസിയത്ത് ചെയ്ത ധാരാളം സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും ആഗ്രഹങ്ങൾ സഫലമാക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മാഉകളിൽപ്പെട്ട 15ാമത്തെ ഇസ്മാണ് ഗഫാർ എന്നുള്ള ഇസ്മ. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ കഴിഞ്ഞ 14 ഇസ്മുകളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. ഇന്ന് 15ാമത്തെ ഇസ്മ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ 1281 ഗഫാർ എന്നുള്ള ഇസ്മിൻ്റെ അദദ് വരുന്നത്. ഗഫാർ എന്ന് പറഞ്ഞാൽ ഏറെ പൊറുക്കുന്നവൻ എന്നാണ്. ധാരാളം അമലുകൾ ഗഫാറിന്റെ വിഷയത്തിൽ നമുക്ക് കാണാൻ കഴിയും. സമ്പത്ത് വർദ്ധിക്കാൻ വേണ്ടി, ഒരു കാര്യം നേടിയെടുക്കാൻ വേണ്ടി, മുൻകോപം മാറിക്കിട്ടാൻ വേണ്ടി, നമ്മുടെയും നമ്മുടെ മക്കളുടെയും അല്ലെങ്കിൽ നാം ഉദ്ദേശിക്കുന്നവരുടെ സ്വഭാവം മാറിക്കിട്ടാൻ വേണ്ടി, നന്നാകാൻ വേണ്ടി, ഇങ്ങനെ തുടങ്ങിയ ധാരാളം അമലുകൾ നമുക്ക് കാണാൻ കഴിയും. ഏറെ പൊറുക്കുന്നവൻ എന്ന് അർത്ഥമുള്ള ഗഫാർ എന്നുള്ള അത്ഭുതകരമായ ഇസ്മിൽ എന്താണ് ഏറെ പൊറുക്കുന്നവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ നമ്മൾ എത്ര ആവർത്തി തെറ്റ് ചെയ്താലും അല്ലാഹു പൊറുക്കുമെന്നാണ്. നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ മോഷ്ടിക്കാൻ വന്ന് നമ്മുടെ സ്വത്തെടുത്തു പോയി, നമുക്ക് ഏറെ വിഷമമായി, നമ്മോട് മാപ്പ് പറഞ്ഞാൽ നമ്മൾ മാപ്പ് കൊടുക്കും, സ്വത്ത് തിരിച്ചു തന്നാൽ. അങ്ങനെ രണ്ടാമതും മാപ്പ് പറഞ്ഞതിൻ്റെ ശേഷം വീണ്ടും അത് അവൻ ആവർത്തിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മൾ പുറത്തു കൊടുത്തേക്കാം. പക്ഷെ 3ാമതും ആവർത്തിച്ചാലോ നമ്മൾ അവന് പുറത്തു കൊടുക്കുമോ? നമ്മൾ ചിന്തിക്കണം. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 1 പ്രാവശ്യമല്ല, 2 പ്രാവശ്യമല്ല, 3 പ്രാവശ്യമല്ല, 300 പ്രാവശ്യം അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ തെറ്റ് ചെയ്താലും, അല്ലെങ്കിൽ അതിനേക്കാൾ എണ്ണം തെറ്റുകൾ ആവർത്തിച്ച് അള്ളാഹുവോട് പൊറുക്കലിനെ ചോദിച്ചാലും അള്ളാഹു പൊറുക്കുന്നവനാണ്. അതാണ് ഏറെ പൊറുക്കുന്നവൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. ഗഫാറായ അള്ളാഹ്, ഗഫാർ എന്നുള്ള അത്ഭുതകരമായ ഇസ്മിൻ്റെ വളരെ പ്രധാനപ്പെട്ട 3 അമലുകൾ ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന, ചൊല്ലാൻ കഴിയുന്ന, എല്ലാവർക്കും സ്വന്തമായി അമല് ചെയ്യാൻ കഴിയുന്ന 3 അമലുകൾ നമ്മൾ പരിചയപ്പെടുകയാണ്. 1ാമത്തെ അമല് എന്നുള്ളത് സാമ്പത്തികമായ പുരോഗതി ലഭിക്കാൻ വേണ്ടിയാണ്. സമ്പത്ത് എന്നുള്ളത് അള്ളാഹുവിൻ്റെ ഒരു വലിയ അനുഗ്രഹമാണ്. സമ്പത്തില്ലാത്തവർക്കേ സമ്പത്തിൻ്റെ വില അറിയുകയുള്ളൂ. സമ്പത്തിൻ്റെ മുകളിൽ പരുന്ത് പോലും പറക്കില്ല എന്ന് പഴമക്കാർ പറയാറുണ്ട്. ഇങ്ങനെ തുടങ്ങുന്ന സമ്പത്തിൻ്റെ മഹത്വങ്ങൾ. സമ്പത്താണ് ഏറ്റവും വലിയ അനുഗ്രഹം എന്നൊന്നുമല്ല പറഞ്ഞു വരുന്നത്, പക്ഷെ സമ്പത്ത് ഒരു വലിയ അനുഗ്രഹം തന്നെയാണ്. അത് നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട, നമുക്ക് ആവശ്യമുള്ളൊരു വിഷയം തന്നെയാണ്. അങ്ങനെയുള്ള സമ്പത്ത് വർദ്ധിക്കാൻ വേണ്ടി, സമ്പത്ത് വർദ്ധിക്കുക എന്ന് പറയുമ്പോൾ സമ്പത്ത് വർദ്ധിക്കാനുള്ള സബബുകൾ, അതിനുള്ള തൗഫീഖ് നമുക്ക് ലഭിക്കുക എന്നുള്ളതാണ്. ജോലി ഒരു സബബാണ്, വരുമാന മാർഗങ്ങൾ തുറക്കപ്പെടുക എന്നുള്ളത് സബബാണ്. ഇങ്ങനെയുള്ള സാമ്പത്തികമായ പുരോഗതി നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടി, നമ്മുടെ ദാരിദ്ര്യം മാറുന്നതിന് വേണ്ടി, നമ്മുടെ കഷ്ടപ്പാട് മാറുന്നതിന് വേണ്ടി യാ ഗഫാർ യാ അല്ലാഹ് എന്നുള്ള ഇസ്മ 1281 തവണ എല്ലാ ദിവസവും നമ്മൾ പതിവാക്കുക എന്നുള്ളതാണ്. ഇസ്തിഗ്ഫാർ അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ വളരെ കൃത്യമായി പറഞ്ഞതാണ്. ഫഖുൽതു അസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ വയുംദിദുക്കും ബിഅംവാലിൻ വബനീൻ. ഇസ്തിഗ്ഫാർ നിങ്ങൾ അള്ളാഹുവോട് ചോദിച്ചു കഴിഞ്ഞാൽ,
ഇസ്തിഗ്ഫാർ നിങ്ങൾ അധികരിപ്പിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്പത്ത് തരും എന്ന് വിശുദ്ധമായ ഖുർആൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞതാണ്. ഇസ്തിഗ്ഫാറിന്റെ ഭാഗമാണ് യാ ഗഫാറു യാ അല്ലാഹ്, യാ ഗഫാറു യാ അല്ലാഹ്, യാ ഗഫാറു യാ അല്ലാഹ് എന്നുള്ള ഇസ്മ അർത്ഥമറിഞ്ഞുകൊണ്ട് നമ്മൾ അധികരിപ്പിക്കുക എന്നുള്ളത്. ഏറെ പൊറുക്കുന്നവനെ, ഏറെ പൊറുക്കുന്നവനെ, ഏറെ പൊറുക്കുന്നവനെ എന്ന് പറഞ്ഞാൽ എൻ്റെ പാപം പൊറുക്കണേ എന്നല്ല അർത്ഥം, ഇസ്തിഗ്ഫാർ തന്നെയാണ്. അപ്പൊ യാ ഗഫാർ യാ അല്ലാഹ് എന്ന് 1281 തവണ എല്ലാ ദിവസവും നമ്മൾ അധികരിപ്പിക്കുകയാണെങ്കിൽ, ചൊല്ലുകയാണെങ്കിൽ സാമ്പത്തികമായ ഐശ്വര്യം അല്ലാഹു നൽകും. നമ്മുടെ കടങ്ങൾ വീടിക്കിട്ടും, നമ്മുടെ ദാരിദ്ര്യം മാറിക്കിട്ടും, നമ്മുടെ പട്ടിണി മാറിക്കിട്ടും. സാമ്പത്തികമായ ഐശ്വര്യം, അഭിവൃദ്ധി, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖജനാവ് നമ്മുടെ ഭവനങ്ങളിലേക്ക് തുറക്കപ്പെടും. അല്ലാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ടാമത്തെ ഒരു അമൽ എന്നുള്ളത് ആവശ്യം നേടിയെടുക്കാൻ വേണ്ടി, അതൊരു ജോലി ആവശ്യമാവട്ടെ, ഒരു ഇന്റർവ്യൂ പാസ്സാകണം എന്നുള്ള ആവശ്യമാകട്ടെ, അല്ലെങ്കിൽ എനിക്ക് അത്യാവശ്യമായൊരു ലീവ് കിട്ടണമെന്നുള്ള ആവശ്യമാകട്ടെ. വിദേശികളൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് ലീവിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നവരാണ്. അവരുടെ ആ ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി, വിവാഹത്തിന് വേണ്ടി എത്ര ശ്രമിച്ചിട്ടും നടക്കുന്നില്ല. വിവാഹമൊന്ന് ശരിയായി കിട്ടാൻ വേണ്ടി വീട് പണി തുടങ്ങിയിട്ടുണ്ട്, പക്ഷെ പൂർത്തീകരിക്കപ്പെടുന്നില്ല. സ്ഥലം മേടിക്കാമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ നടക്കുന്നില്ല. ഇങ്ങനെ തുടങ്ങിയ ഭൗതികരവും ആത്മീയവുമായ നമ്മുടെ ഏതെങ്കിലും ആവശ്യങ്ങളെ നേടിയെടുക്കാൻ വേണ്ടി, ആവശ്യപൂർത്തീകരണത്തിന് വേണ്ടി, കാര്യം നേടാൻ വേണ്ടിയിട്ട് ഈ ഇസ്മിൻ എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുക? നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുകയാണ്. ജുമുഅ നമസ്കാരത്തിന് ശേഷം എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ ഈ അമല് ആവർത്തിച്ച് ചെയ്യണം എന്നർത്ഥം. ജുമുഅ നമസ്കാര ശേഷം 1281 തവണ യാ ഗഫാറു യാ അല്ലാഹ്, യാ ഗഫാറു യാ അല്ലാഹ്, യാ ഗഫാറു യാ അല്ലാഹ് എന്നുള്ള ഇസ്മ ചൊല്ലുക. 100 തവണ എത്തുമ്പോൾ 1281 തവണയാണ് നമ്മൾ ചൊല്ലേണ്ടത്. ഓരോ 100 പ്രാവശ്യം പൂർത്തീകരിക്കപ്പെടുമ്പോഴും 21 തവണ യാ ഗഫാർ ഇഗ്ഫിർ ദുനൂബി ഫഖ്ദി ഹാജതി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ എല്ലാ വെള്ളിയാഴ്ചയും തുടർച്ചയായി ചെയ്തു കഴിഞ്ഞാൽ ഏതൊരാവശ്യത്തിന് വേണ്ടിയാണോ നമ്മൾ ഈ ഒരു അമല് ചെയ്യുന്നത്, ആ ആവശ്യം പെട്ടെന്ന് പൂർത്തീകരിച്ച് കിട്ടും. ഒരുപാട് ആളുകൾക്ക് അനുഭവമുള്ള അത്ഭുതകരമായ ഒരു അമലാണ് നമ്മൾ പരിചയപ്പെട്ടത്. അള്ളാഹു നല്ല ഈമാനോടെയും തവക്കലോടെയും ചെയ്യാനും അതിൻ്റെ റിസൾട്ട് നേടിയെടുക്കാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മൂന്നാമത്തെ അമൽ എന്നുള്ളത് സ്വഭാവം നന്നാകാൻ. മക്കളുടെ സ്വഭാവം നന്നാകണം എന്ന് പറഞ്ഞു വിളിക്കുന്നവരുണ്ടല്ലോ. ഭർത്താവിൻ്റെ, ഭാര്യയുടെ, കുടുംബങ്ങളുടെ, അല്ലെങ്കിൽ കൂട്ടുകാരുടെ, ആരുടെയും ആകട്ടെ, ചീത്ത സ്വഭാവം മാറിക്കിട്ടാൻ, ലഹരി ഉപയോഗമുണ്ട്, അത് മാറിക്കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ മക്കൾക്ക് ഗെയിം കളിക്കുന്ന സ്വഭാവമുണ്ട്, സ്ഥിരമായി എപ്പോഴും ഗെയിമിലാണ് എന്ന് പറയുന്നവരില്ലേ, ആ ഒരു ദുസ്വഭാവം മാറിക്കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ ചീത്ത കൂട്ടുകെട്ട് മാറിക്കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ അമിതമായ ദേഷ്യം, വാശി, കുറുമ്പ്, ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ മാറിക്കിട്ടാൻ വേണ്ടിയിട്ട്, സ്വഭാവം നന്നാകാൻ വേണ്ടി അത്ഭുതകരമായ ഈ ഇസ്മിനെ എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുക? ഒരു വെള്ള പാത്രത്തിൽ 101 തവണ ഗഫാർ എന്ന് നാം എഴുതുക. ഗഫാർ എന്ന് എഴുതിയതിൻ്റെ ശേഷം 7 കിണറുകളിൽ നിന്നും ശേഖരിച്ച വെള്ളം, 7 കിണറുകളിൽ നിന്നും ശേഖരിച്ച വെള്ളം, ഒരു ഗ്ലാസ് വെള്ളം മതി. 7 കിണറുകളിൽ നിന്ന് ശേഖരിച്ച വെള്ളമായിരിക്കണം ആ ഗ്ലാസ്സിൽ ഉണ്ടാകേണ്ടത്. ഓരോ കിണറിൽ നിന്നും കൊണ്ടുവന്ന വെള്ളം കുറേശ്ശെ ഒരു ഗ്ലാസ്സിലാക്കിയിട്ട് ആ ഗ്ലാസ്സിൽ നിന്ന് പാത്രത്തിലേക്ക് ഒഴിച്ച് ആ പാത്രം ഒന്ന് കഴുകി തുടച്ച് ആ എഴുതിയതെല്ലാം ഒന്ന് കലക്കിയിട്ട് വീണ്ടും ഗ്ലാസ്സിലേക്ക് പകർത്തിയിട്ട് 1281 തവണ യാ ഗഫാർ യാ അല്ലാഹ്, യാ ഗഫാർ യാ അല്ലാഹ് എന്നുള്ള ഇസ്മ ചൊല്ലി അതിലേക്ക് മന്ത്രിച്ച് വെറും വയറ്റിൽ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആരുടെ സ്വഭാവമാണോ നന്നാകേണ്ടത് അവർക്ക് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ, സ്ഥിരമായി ഇങ്ങനെ ഒരു 21 ദിവസം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അത്ഭുതകരമായ മാറ്റം, അതിശയിപ്പിക്കുന്ന മാറ്റം നമുക്ക് കാണാൻ കഴിയും. നല്ല ഈമാനോടെ, നല്ല തവക്കലോടെ ചെയ്യണമെന്ന് മാത്രം. ഗഫാർ എന്നുള്ള ഇസ്മിൻ്റെ ധാരാളം അമലുകൾ ഇനിയും നമുക്ക് കാണാൻ കഴിയും. മറ്റൊരിക്കൽ സംസാരിക്കാം. വളരെ പ്രധാനപ്പെട്ട 3 അമലുകളാണ് നമ്മൾ സംസാരിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിക്കാനും പകർത്താനും റിസൾട്ട് നേടിയെടുക്കാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.